വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള വിശുദ്ധ പദവിയിലേക്ക്. വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് ഫ്രാൻസിസ് പാപ്പ അംഗീകാരം നൽകി. ദേവസഹായം പിള്ളയുടെ മധ്യസ്ഥതയിലുള്ള അത്ഭുതം വത്തിക്കാൻ സ്ഥിരീകരിച്ചതോടെയാണ് വിശുദ്ധ പദവിയിലേക്കുള്ള വഴി തുറന്നത്. തിരുവിതാംകൂർ രാജ്യത്ത് ഉദ്യോഗസ്ഥനായിരിക്കെ ഹൈന്ദവ വിശ്വാസം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ദേവസഹായം പിള്ളയുടെ വിശുദ്ധ പദവിക്കുള്ള അംഗീകാരം ഭാരതസഭയുടെ ഏറെക്കാലത്തെ ആഗ്രഹപൂർത്തീകരണം കൂടിയാണ്. 1712 ഏപ്രിൽ 23 കന്യാകുമാരിയിലെ നട്ടാലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. നീലകണ്ഠൻ പിള്ള എന്നായിരുന്നു ആദ്യ പേര്. ഡച്ച് സൈന്യാധിപനായിരുന്ന ഡിനലോയിൽ നിന്ന് യേശുക്രിസ്തുവിനെ അറിയുകയും 1745 മെയ് 17 ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ദേവൻ സഹായപിള്ള എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് സുവിശേഷ പ്രഘോഷണത്തിൽ അതിയായ ആവേശത്തോടെയും ധൈര്യത്തോടെയും ഏർപ്പെട്ട അദ്ദേഹത്തിനെതിരെ രാജാവിന്റെ കോപം ജ്വലിച്ചു. ജീവൻ വേണമെങ്കിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുക എന്ന രാജാവിന്റെ കൽപ്പന നിരസിച്ച അദ്ദേഹത്തിന്റെ കൈകാലുകൾ ബന്ധിച്ച് ദിവസവും 30 അടി വീതം കാൽവെള്ളയിൽ അടിക്കാൻ രാജാവ് ഉത്തരവിട്ടു. കൂടാതെ മുറിവുകളിൽ മുളകുപൊടിയിട്ട് വേദനിപ്പിക്കാനും അവർ മടിച്ചില്ല. 1752 ജനുവരി 14 ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ട് പ്രാർത്ഥിക്കുകയായിരുന്ന അദ്ദേഹത്തെ രാജഭടന്മാർ വധിച്ചു. 2012 ഡിസംബർ 2 ബെനഡിക്ട് 16 പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. വിശുദ്ധരുടെ നാമകരണത്തിന് വേണ്ടിയുള്ള തിരുസംഘത്തിന് ദേവസഹായം പിള്ളയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് ഫ്രാൻസിസ് പാപ്പ ഔദ്യോഗികമായി അനുമതി നൽകുകയായിരുന്നു. ഷെഖേന ന്യൂസ് ബ്യൂറോ, വത്തിക്കാൻ.